ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇതാ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ദുബായ് ഫ്രെയിം കാണാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഈവനിങ് ഒരു 5:30 6:30 ഇവിടെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്നത് തന്നെ ഫ്രെയിമിന്റെ അടുത്താണ് ഏകദേശം, അതുകൊണ്ട് തന്നെ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ കാണുന്ന റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമിന്റെ അടുത്തെത്താം. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം. ഇപ്പൊ തന്നെ ഈവനിങ് ആയതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ്, ചൂട് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങൾ ഈ റോഡിന് മുകളിലൂടെയുള്ള വലിയ ബ്രിഡ്ജ് അതിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പൊ താഴെ നോക്കുമ്പോൾ തന്നെ നല്ല വണ്ടികളുടെ നല്ല വ്യൂ അപ്പടി കാണാം. വണ്ടികൾ നിരനിരയായി പോകുന്നതെല്ലാം കാണാം. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് കാണാനായിട്ട് തന്നെ. നമ്മളിപ്പോൾ ഫ്രെയിമിന്റെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പം നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 12 വയസ്സിന് താഴെയുള്ളവർക്ക് 25 ദിർഹംസ്, 12 വയസ്സിന് മുകളിലുള്ളവരെ അഡൽറ്റ് അത് 52.50 ദിർഹംസ് ആണ്. അപ്പം നമുക്ക് 5 ടിക്കറ്റ് അവിടെ കിട്ടി. നമ്മൾ അതിൻ്റെ ഒരു 5 മിനിറ്റ് ആ ഫ്രെയിമിന്റെ അടിയിലേക്ക് നമ്മൾ നടക്കണം. അപ്പോൾ ആ ടിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രെയിമിന്റെ അടിഭാഗത്തേക്ക് നിന്ന് വലിയ ഫ്രെയിമായിട്ടാണ് നമുക്ക് അടിയിൽ നിന്ന് നോക്കുമ്പോൾ തോന്നാട്ടോ. ഇനി നമ്മൾ നേരെ ഫ്രെയിമിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഫ്രെയിമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു വാട്ടർ ആൻഡ് ലൈറ്റ് മ്യൂസിക്കോട് കൂടി ഒരു ഫൗണ്ടൻ കാണാം. അത് നല്ല രസമാണ് നമുക്കത് കാണാനായിട്ട്. ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നത്. ഇനി നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ്. ദുബായ് ഫ്രെയിമിൻ്റെ അകത്ത് അത്യാവശ്യം ക്യൂവും തിരക്കും കാര്യങ്ങളുണ്ട്. കാരണം വീക്കെൻഡ് ആയ കാരണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്കത് കാർഡ് രൂപത്തിലാക്കി അവർ ആക്കിത്തരും. നമുക്കത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ഫോട്ടോ ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളത് മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ട്. അന്നത്തെ ദിവസം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഴയ ദുബായ് എങ്ങനെയായിരുന്നു എന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ദുബായ് എങ്ങനെയാണ് ആയിരുന്നത് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓരോ പിക്ചറിൽ കൂടെയും ഓരോ ഇതിൽ കൂടെയും നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ഒരു എക്സിബിഷൻ പോലെ പഴയകാല ദുബായിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ദുബായ് എന്ന രാജ്യത്തിന്റെ നിർമ്മാണം, പലതരം സ്പൈസസ്, തുണികൾ, തയ്യൽ മിഷൻ, അവരുപയോഗിച്ചിരുന്ന ഖുറാൻ, അങ്ങനെ പഴയകാല ചരിത്രമാണ് ഇവിടെ 2 സൈഡുകളിലായി കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കൂ.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിലേക്ക് ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വൺ സൈഡ് ഗ്ലാസ് ആയ കാരണം നമുക്ക് പുറത്തെ വ്യൂകളെല്ലാം ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്നും ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമ്മളിപ്പോൾ ഫ്രെയിമിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇനി നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴെ ഫ്രെയിമിൻ്റെ അടിഭാഗം കാണാം. താഴെ വാട്ടർ ഫൗണ്ടൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു വൈബാണ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ. അപ്പോൾ എല്ലാം മുകളിൽ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നോക്കി നിന്നാൽ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് ഒരു സൈഡിൽ ഓൾഡ് ദുബായും ഒരു സൈഡിൽ നമുക്ക് ന്യൂ ദുബായ് വ്യൂകളാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു നല്ല വ്യൂ തന്നെയാണ്. അത് തന്നെയാണ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് കയറിയാൽ തന്നെ കാണാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനുള്ളിൽ. വ്യൂ തന്നെയേ ഉള്ളൂ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ സമയം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെലവഴിച്ച് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറുകയാണ്. ലിഫ്റ്റിൽ കയറി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഫ്യൂച്ചർ ഓഫ് ദുബായ് എങ്ങനെയാണെന്നുള്ള 3D വ്യൂവിൽ
കാണിക്കുന്നതുണ്ട്. നല്ല രസമായിരുന്നു അത് അതിൻ്റെ വ്യൂ കാണാനായിട്ട്. ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ദുബായ് ഇനി വരാൻ പോകുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പലതരം റോബോട്ട്സുകൾ, ഫ്യൂച്ചർക്ക് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഇനി വരാൻ പോകുന്നത്, വലിയ വലിയ ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, എയർ ടാക്സീസ്, പിന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഡ്രോണുകൾ, ഇതെല്ലാം നമുക്ക് 3D രൂപത്തിൽ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന വിധത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. It's so easy to love, and I like when you say I'm the one. It's so easy to love, yeah, easy to love, yeah. Yeah, I can even focus on sleeping. You're so pretty every day I'm thinking, baby, could you help me 'cause I'm freezing. If you want to serious 'cause you miss me, you say that you will love me every night and day, and I promise you that I will do the same. I know that nobody will love you the same way. Yeah, you're so easy to love. അങ്ങനെ നമ്മൾ ദുബായിൻ്റെ ഉള്ളിൽ എല്ലാം കണ്ടു കഴിഞ്ഞു. വ്യൂസ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ താഴെ ഞങ്ങൾ ഇറങ്ങി വന്ന് കുറച്ച് ഫോട്ടോകളെല്ലാം എടുത്തു. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പോവുകയാണ്. ഇവിടെ സാധാരണ ടൈം 9 AM to 9 PM വരെയാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം. അപ്പോൾ നമുക്ക് പകൽ വ്യൂ കാണുന്നവർക്ക് പകൽ 9 AM ശേഷം വന്ന് കാണാം. രാത്രി വ്യൂ കാണുന്നവർക്ക് രാത്രിയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ അവനവൻ്റെ ടൈം പോലെ നമുക്ക് വന്ന് കാണാം. ഇനി ഇപ്പം ഞങ്ങൾ ടൈം ഏകദേശം ഒത്തിരിയായി. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഇനി നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.